പ്രതിഷേധ കടൽ തീർത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് പാറ്റ്നയിൽ സമാപനം. പ്രസംഗത്തിൽ വോട്ട് കൊള്ളയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കുമെന്ന് സൂചന നൽകി രാഹുൽ ഗാന്ധി. ഇപ്പോൾ പുറത്തു വന്നത് ആറ്റം ബോംബാണെങ്കിൽ ഹൈഡ്രജൻ ബോംബ് തയ്യാറെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെയാണ് വോട്ട് അധികാർ യാത്രയ്ക്ക് സമാപനമുണ്ടായത്. ബീഹാറിനെ ഉടനീളം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ യാത്ര പുറപ്പെട്ടിരുന്നതും അവസാനിച്ചതും. രാകേഷ്, ഇപ്പോൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെയാണ് രാഹുൽ ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ചത്. ഇപ്പോൾ അതിനപ്പുറത്തുള്ള എന്തൊക്കെയോ മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? അതെ രഞ്ജിത്ത്, കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം വോട്ട് കൊള്ള തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പലപ്പോഴായി രാഹുൽ ഗാന്ധി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു. 48 സീറ്റിൽ 31 സീറ്റാണ് വിജയിച്ചത് ഇന്ത്യ സഖ്യമാണ്. സ്വാഭാവികമായും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. ഒരു ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. അവിടെ NDA ഭരണ തുടർച്ച നേടുകയാണ് ചെയ്തത്. ഒപ്പം ഹരിയാനയിലും വിജയം പ്രതീക്ഷിച്ചാണ് ഇന്ത്യ സഖ്യം, അവിടെയും തോറ്റു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടിയത്. ഇപ്പോൾ ഒരു മാസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചില തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തത്, ബംഗളൂരുവിലെ മഹാദേവപുരയുടെ കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ട്. അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ യാത്ര നടത്തി. യാത്രയുടെ സമാപനമായിരുന്നു ഇന്നലെ. ആ യാത്രയിലാണ് ഇപ്പോൾ പുറത്തു വന്നത് ആറ്റം ബോംബാണ്, വരാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് ഇനിയുമുണ്ട് എന്ന ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ചില തെളിവുകൾ കൂടി പുറത്തുവിടാനുണ്ട് എന്ന വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഏതായാലും നൽകുന്നത്. ഏതായാലും നിലവിൽ 2 ആഴ്ചയിലധികം നീണ്ടുനിന്ന യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം ബീഹാറിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ വലിയ പിന്തുണ ഈ യാത്രയ്ക്കുണ്ടായി, യുവാക്കൾ വലിയ തോതിൽ പിന്തുണയുണ്ടായി. പ്രത്യേകിച്ച് വോട്ടവകാശ യാത്ര എന്ന പേരിലാണ് യാത്ര നടത്തിയത്. രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഈ 65 ലക്ഷം ആളുകളെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ പുറത്താക്കിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും മഹാസഖ്യത്തിന്റെ മറ്റു നേതാക്കൾക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൊഴിലില്ലായ്മയായിരുന്നു. കാരണം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഭൂരിപക്ഷം ആളുകളും മറ്റു സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് തൊഴിലില്ലാതാകുന്നു, അവർക്ക് എന്തുകൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി യോഗങ്ങളിലൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി, റാലിയുടെ ഭാഗമായി, യാത്രയുടെ ഭാഗമായി സംസാരിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തി. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ തന്നെ എത്തിച്ച് ഈ അന്യ സംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ, കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരെ എത്തിക്കാനൊക്കെ തന്നെ മഹാസഖ്യത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിലും നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഈ യാത്രയിലുടനീളം കണ്ട ഐക്യം അത് സീറ്റ് നിർണയ ചർച്ചയിലും പ്രചാരണ രംഗത്തുമുണ്ടായാൽ ഇത്തവണ ബീഹാർ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം. അതാണ് സാഹചര്യം. ഏതായാലും IR രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര, ഇതിനോട് BJPയുടെ പ്രതികരണവും വന്നിട്ടുണ്ടല്ലോ. വോട്ടർ അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിന് എന്നാണ് BJP നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. IR അതെ രഞ്ജിത്ത്, BJP ഇതൊക്കെ തന്നെ തള്ളിക്കളിയാണ് പൂർണ്ണമായും. കാരണം നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ BJP തള്ളിയിരുന്നു. അതിനുശേഷം ഇന്നലെ വാർത്താ സമ്മേളനം രവിശങ്കർ പ്രസാദ് തന്നെ നടത്തി. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള നേതാവാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ മുൻ വക്താവൊക്കെ തന്നെയാണ്. രവിശങ്കർ പ്രസാദ് ഇന്നലെ രാഹുൽ ഗാന്ധി മൈതാനത്ത് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി BJPയുടെ നിലപാട് വിശദീകരിച്ചത്. കാരണം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം 2014 ഇത്തരത്തിൽ വോട്ടട്ടിമറി നടത്തിയെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളയുന്നുണ്ട്. BJP ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിര സർക്കാരിനാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന വാദമാണ് BJP ഈ ഘട്ടത്തിൽ നിരത്തുന്നത്. മറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ BJP തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും BJP ജാഗ്രത പുലർത്തുന്നുണ്ട് ബീഹാറിൽ, പ്രത്യേകിച്ച് NDA. കാരണം ബീഹാർ ഒരു നിർണായകമായ സംസ്ഥാനമാണ്.
നിതീഷ് കുമാർ ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ നിതീഷിന് ഇത്തവണ മുൻപുണ്ടായിരുന്ന പോലെ ഒരു കരിസ്മയില്ല, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ കരുതലോട് കൂടിയുള്ള പ്രചാരണം തന്നെയാണ് BJPയും നടപ്പാക്കുന്നത്. പ്രത്യേകിച്ച് ചില വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി BJPയും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക എന്നത് BJPയെ സംബന്ധിച്ചും നിർണായകമായ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.